the Almighty say, let's spread the word of love. Let's soothe those in pain. Go therefore and make disciples of all the nations, as did the Almighty say, let's spread the word of love. Let's soothe those in pain. Go therefore and make disciples of all the nations. The disciples ministry. The disciples ministry. Praise the Lord. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ തിരുസന്നിധി കടന്നു വന്ന എല്ലാ ദൈവജനത്തെയും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാൽ ജീവനും ഭക്തിക്കും വേണ്ടുന്നത് സർവശക്തനായ ദൈവം ദാനമായി നമ്മുടെ കൃപയിൽ നിർത്തിയിരിക്കുന്ന ആ വലിയ പരിപാലനത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കൾ ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ ആഗ്രഹങ്ങളും വിശാലതകളും നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. പ്രാർത്ഥിച്ച എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും പ്രവർത്തിച്ചവരോടുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. സകല മഹത്വവും സർവശക്തനായ കർത്താവിന്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ നാമം മാത്രം ഉയർന്നിരിക്കട്ടെ. ഇന്ന് രാത്രികാലം അല്പസമയത്തെ ചിന്തയ്ക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന ചില വചനങ്ങളുടെ ഒരു ഭാഗം വായിച്ചു ദൈവത്തെ ആരാധിപ്പാൻ ആഗ്രഹിക്കുന്നു. വായിക്ക സങ്കീർത്തന പുസ്തകം 71 വാക്യത്തിന്റെ 7ാമത്തെ വാക്യം. സങ്കീർത്തനം 71 അധ്യായത്തിന്റെ 7ാമത്തെ വാക്യം. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു. എല്ലാവരും ആ വാക്യം ഒന്ന് ചേർന്ന് വായിച്ചാട്ടെ. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ നെഞ്ചത്ത് വെച്ചിട്ട് ഒരിക്കൽ കൂടി പറഞ്ഞാട്ടെ. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ എനിക്ക് ബലമുള്ള സങ്കേതമായിരിക്കുന്നു. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ എനിക്ക് ബലമുള്ള സങ്കേതമായിരിക്കുന്നു. നമ്മുടെ വേദപുസ്തകം ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിക്കുക. സന്തോഷമുള്ളവരുടെ അധരങ്ങൾ ചലിച്ച അല്പസമയം രാത്രികാലം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ വചനം ഞാൻ എടുത്തതുകൊണ്ട്, ഈ വചനം ഞാൻ എടുത്തതുകൊണ്ട്, എന്റെ കർത്താവിനെ തേടി വന്നതുകൊണ്ട്, എന്റെ കർത്താവിനെ കൊക്കയിൽ നിന്ന് ഉയർത്തിയതുകൊണ്ട്, അപ്പാ ഞാൻ എന്നെ സ്തുതിക്കുന്നുവെന്ന് അല്പസമയം അധരങ്ങളൊന്ന് ചലിച്ചാട്ടെ. ഇങ്ങനെ പറയാം. തിരുവചന സത്യങ്ങൾക്കായി സ്തോത്രം. എന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. അങ്ങനെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു. ഞാൻ ഇന്ന് രാത്രികാലം ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. നീ എന്റെ ബലമുള്ള സങ്കേതമായതുകൊണ്ട് ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. നീ എന്റെ ബലമുള്ള സങ്കേതമായിരിക്കുന്നത് കൊണ്ട് അവൻ ഒരു ശാസ്ത്രവിനും എന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുവാൻ കഴിയത്തില്ല. അവൻ ഒരു അന്യായ ബന്ധനത്തിനും എന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുവാൻ കഴിയത്തില്ല. ഒരു ശാപത്തിനും എന്റെ മേൽ കടന്നു വരുവാൻ കഴിയത്തില്ല. നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു.
കഴിയത്തില്ല. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഞെരുങ്ങിയിരിക്കുന്ന ദൈവ പൈതങ്ങളെ, ആരോടും പറയാൻ കഴിയാതെ ഞെരുങ്ങി അവൻ നെല്ലുവിളി കൊള്ളുമ്പോ യഹോവയുടെ വചനം വിളിച്ചു പറയുന്നു, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിനക്ക് സങ്കേതമായിരിക്കുക, നിന്നെ ഒരു അത്ഭുതമായി മാനിപ്പാൻ എനിക്ക് പദ്ധതിയുണ്ട്, നിന്നെ ഒരു അത്ഭുതമായി മാനിക്കുവാൻ എനിക്ക് കഴിവുണ്ട്. അനേകർക്ക് നീ ദുർഗന്ധമായി തീരുമോ? സർവശക്തനായ യഹോവ വിളിച്ചു പറയുന്നു, ഞാൻ നിന്നെ ദുർഗന്ധത്തിൽ നിന്ന് സൗരഭ്യവാസന പകർത്തുന്ന രീതിയിൽ മാനിപ്പാൻ എനിക്ക് പദ്ധതിയുണ്ട്, ഉയർത്തുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. ഒത്രം അതിനുവേണ്ടിയാണ് നമ്മുടെ കർത്താവ് തകർക്കപ്പെട്ടത്. നമുക്ക് വായിക്കാം സക്രിയ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 6 പേരും വായിക്കും. സക്രിയ chapter 4 verse 6 and 7. യഹോവയുടെ മുന്നിലുള്ള മഹാപർവ്വതമേ നീ സമഭൂമിയായി തീരും. Yes. അതിന് കൃപയുടെ നാർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറി. ആമേൻ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായിരുന്നാൽ സെരുബ്ബാബേലിന്റെ കൈ ഈ ആലയത്തെ അടിസ്ഥാനമിട്ടിരിക്കുന്നു. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട് സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ സമഭൂമിയായി തീരുക, അതിന് കൃപ കൃപ എന്ന് ആർപ്പോടുകൂടി അവൻ ആണിക്കല്ല് കയറ്റും. അതിന് രാത്രികാലം ആരെങ്കിലും ഒരുങ്ങുവാൻ തയ്യാറാണ്. ആമേൻ. ദൈവത്തെ ആരാധിക്കുന്ന ശവവേലിന് മുമ്പിൽ, ദൈവത്തെ ആരാധിക്കുന്ന ഹല്ലേലൂയ ദൈവജനത്തിനെതിരായി, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിന്റെ കുടുംബത്തിനെതിരായി, ദൈവത്തെ ആരാധിക്കുന്ന ദൈവ വൈദ്യനെതിരായി, ആമേൻ, ഹൃദയം ദൈവസനെ സമർപ്പിച്ച ദൈവ വൈദ്യനെതിരായി, ആമേൻ, ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ച ദൈവ വൈദ്യനെതിരായി ഉയർന്നു നിൽക്കുന്ന ആമേൻ ഹല്ലേലൂയ മഹാപർവ്വതമേ, ആമേൻ ഹല്ലേലൂയ, നിന്റെ തകർത്തുകളിൽ വേണ്ടി എനിക്ക് അധികാരമുണ്ട്, നിന്റെ ഉദയങ്ങളിൽ വേണ്ടി എനിക്ക് അധികാരമുണ്ട്, നിന്നോട് നീങ്ങി പോകുന്നു പറയുമ്പോ നീങ്ങി പോകുവാൻ എനിക്ക് ശക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, യഹോവയായ കർത്താവ് അവരുടെ സങ്കേതമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരു അത്ഭുതമായി തീരും, അതുകൊണ്ട് ഞാൻ ഒരു അത്ഭുതമായി തീരുമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിലും എത്ര രാത്രിക്കാർ നിങ്ങളുടെ മുമ്പിലുള്ള മഹാപാപം എന്ന് തന്നെയായാലും നിന്റെ ഭഗവാൻ കൽപ്പിക്കുന്ന രാത്രിയാകട്ടെ, കൽപ്പിച്ചോട്ടെ, അതരങ്ങൾ കളിക്കട്ടെ, അതരങ്ങൾ കളിക്കട്ടെ, അതരങ്ങൾ കളിക്കട്ടെ. യെസ് 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 യെസ്, രോഗമായി കൊല്ലട്ടെ, ശാപമായി കൊല്ലട്ടെ, നിന്നതായി കൊല്ലട്ടെ, പണിയായി കൊല്ലട്ടെ, ദോഷിയായി കൊല്ലട്ടെ. നമ്മുടെ കർത്താവിന്റെ സഭയിൽ നാളെയൊക്കെ ഒരു കാര്യമില്ല. ഇരുന്നോ? യെസ്.
കർത്താവിനെ സങ്കേതമാക്കിയിരിക്കുന്നവർ, കർത്താവിന്റെ ചിറകിന്റെ മറവിൽ പരിപാലനം ഏൽക്കപ്പെട്ടവർ, കർത്താവിൽ അഭയം പ്രാപിച്ചിട്ടുള്ളവർ, അവർ പറയും എനിക്ക് കൃപയുണ്ട്, എനിക്ക് കൃപയുണ്ട്. ഈ കൃപ ഉള്ളിടത്തോളം കാലം ദുഷ്ടപിശാചേ, ആ വിചാരമേ, രോഗങ്ങളെ, ശാപങ്ങളെ നിനക്കെന്നെ തടഞ്ഞു വെക്കുവാൻ കഴിയത്തില്ല. നിന്നോട് ഞാൻ വീണ്ടും കൽപ്പിക്കുന്നു. ഒരു 10 വയസ്സായ കുഞ്ഞ് ഒറ്റയ്ക്ക് പോകുമ്പോ അവനെ വിളിച്ച് നമ്മൾ വിരട്ടി അവൻ വരണ്ടു പോകും. അത് ആണായാലും പെണ്ണായാലും നിന്ന് കരയും. സ്തോത്രം. എന്നാൽ മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ആരൊക്കെ എന്ത് പറഞ്ഞാലും അതിന് ഒരു കൂശലും ഉണ്ടാകത്തില്ല. ഉണ്ടാകുമോ? ഇന്ന് രാത്രിക്കാലം കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ സങ്കേതമായി ഉണ്ടാകും. യേശു പറയുന്നു, ഞാൻ നിന്റെ സങ്കേതമായി ഉണ്ടാകും. യേശു പറയുന്നു, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അവൻ ഒരു ശത്രുവിനും നിന്റെ മേൽ നോട്ടം വയ്ക്കുവാൻ ഞാൻ അനുവദിച്ചിട്ടില്ല, ഇനി അനുവദിക്കത്തുമില്ല. നിനക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുവെങ്കിൽ നിനക്ക് ഞാൻ കൃപ തന്നിട്ടുണ്ട്. ആ കൃപ പ്രാപിച്ചുകൊണ്ട് അതിന് നീങ്ങി പോകാൻ കൽപ്പിക്കാം. യഹോവയുടെ പട്ടകം ചുമക്കുന്ന ആമേൻ ദൈവത്തിന്റെ പുരോഹിതന്മാരുടെ കാൽപാദം യോർദാന്റെ മേലെന്ന് തട്ടിയപ്പോ അതാ ദൈവത്തിന്റെ കൃപ. 25 മൈലോളം 25 കിലോമീറ്ററോളം അവൻ അന്നേര ചിറ പോലെ പൊങ്ങി യോർദാൻ നദി രണ്ടായി തീർന്നു വൈകല എന്ന രാത്രികളും ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിനുമേ കൃപ നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം, യേശുക്രിസ്തുവിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം നിന്നെ അടക്കി വാങ്ങുവാൻ കഴിയത്തില്ല. യേശുക്രിസ്തുവിന്റെ അവനൊരു പുതിയ ദാനം കൊടുത്തിരിക്കുക, സങ്കേതം. യേശുക്രിസ്തുവിൽ ഉള്ളവൻ അത്ഭുതമായിരിക്കും. നമ്മൾ ഇന്ന് രാത്രികാലം ചിന്തിക്കാൻ, ഞാൻ യേശുവിനെ എത്ര കാലമായി പ്രാപിച്ചിട്ട് ഞാൻ അത്ഭുതമായിരിക്കുന്നു, അതോ ഞാൻ അനേകർക്ക് ദുർഗന്ധമായിരിക്കുന്നു? ചിന്തിക്കുവാനും ക്രമീകരിക്കുവാനുള്ള രാത്രിയായി തീരട്ടെ ഇന്ന് രാത്രികാലം. നമുക്ക് വായിക്കാം യെശയ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 19-20 വാക്യം. യെശയ്യാ chapter 30 verse 19 and 20. യെരൂശലേമിലായ സിയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കണ്ട. ആ നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ടും കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളം മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യെരൂശലേമിലായ സിയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കണ്ട. അടുത്തിരിക്കുന്നവർക്ക് കൈകൊടുത്തിട്ട് പറഞ്ഞിട്ട് ഇനി കരഞ്ഞുകൊണ്ടിരിക്കണ്ട. സ്തോത്രം. ഇനി കരഞ്ഞുകൊണ്ടിരിക്കണ്ട, ഇനി മുറുമുറുത്തുകൊണ്ടിരിക്കണ്ട. പുറത്ത് ചിരിക്കുന്നുവെങ്കിൽ അകത്ത് കരച്ചിലുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ ആത്മാവ് സമ്മതിക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. പൊട്ടിക്കരയുവാൻ ഒരു അവസരം നോക്കിയിരിക്കുന്നവരുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഈ പൊട്ടിക്കരയുവാൻ അവസരം നോക്കിയിരിക്കുന്നു. ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം, നീ എന്നെ ആശ്രയമാക്കിയിരിക്കുന്നിടത്തോളം കാലം നീ ഒരു അത്ഭുതമായിരിക്കും. കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിൽ അവന് നിശ്ചയമായിട്ടും കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവന് ഉത്തരം
പിന്നെ ഞെരുക്കത്തിന്റെ അപ്പം തിന്നേണ്ടി വന്നാൽ 100 ദിനാറ് ആവശ്യമുള്ളപ്പോ 10 ദിനാറേ കയ്യിലുള്ളൂ എങ്കിലും 10 ദിനാറിന് വെച്ച് 1000 ദിനാറിന്റെ കാര്യം ചെയ്യിപ്പിച്ചതിനാൻ കഴിവുള്ളവൻ. 5 അപ്പം കൊണ്ട് 5000 വരെ പോഷിപ്പിച്ചവൻ, 5 അപ്പം കൊണ്ട് 5000 വരെ തൃപ്തനാക്കിയവൻ എന്ന് രാത്രിക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. അവൻ പറയുന്നു, നീ ഞെരുക്കത്തിന്റെ അപ്പത്തിലാണോ ഇരിക്കുന്നത്? അത് വെച്ച് സ്തോത്രം ചെയ്തോ, അത് വെച്ച് സ്തുതിച്ചോ. എനിക്ക് വലിയ നിന്റെ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. ഞെരുക്കത്തിലിരുന്ന് പിറവിറക്കാനല്ല ദൈവജനത്തിന് ദൈവം വിളിച്ചെടുക്കുന്നത്. ഞെരുക്കത്തിൽ നിന്ന് സ്തുതിച്ചോട്ടെ, ഞെരുക്കത്തിൽ നിന്ന് സ്തുതിച്ചോട്ടെ, ഞെരുക്കത്തിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയോട്ടെ, ഞെരുക്കത്തിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചോട്ടെ. സ്വപ്നം കാണുന്നതിനുപരിയാ ആമേൻ സകലം തന്ന നിറയ്ക്കുന്ന കർത്താവ് മകൾ ദയാലുമായി നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ശക്തിയോടെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? കഴിഞ്ഞ മാസം ഇതേ സമയം ഞാൻ ദൈവസനെ വളരെ ഞെരുങ്ങിക്കൊണ്ടായിരുന്നു. പക്ഷേ ആമേ കർത്താവ് എന്ന ദർശനത്തിൽ മുമ്പോട്ട് കാൽവെച്ചു. ഇങ്ങോട്ട് പോകാൻ ദൈവം അനുവദിച്ച സഹോദരങ്ങൾക്ക് അറിയാം എന്റെ എന്തുണ്ടായിരുന്നു, ഇന്ന് എന്തിൽ നിൽക്കുന്നുവെന്ന്. എന്ന് രാത്രിക്കാലം ദൈവസനെ ഇരിക്കുന്ന ദൈവജനമേ, ഞെരുക്കത്തിന്റെ അപ്പം തിന്നേണ്ടി വന്നാൽ ജാതികളുടെ മുമ്പിൽ തലകുനിക്കുവാൻ എന്റെ കർത്താവ് നിന്നെ വിട്ടുകൊടുക്കത്തില്ല. എന്തുകൊണ്ടെന്ന് എന്റെ കർത്താവ് നിന്റെ സങ്കേതമായിരിക്കുക. അവൻ നിന്റെ ജാതികളുടെ മുമ്പിൽ ഒരു അത്ഭുത പാത്രമായി മാറിക്കുവാൻ ആഗ്രഹിക്കുക. അതിന് രാത്രിക്കാലം ഒരുങ്ങാൻ കഴിയുമോ? കർത്താവേ, എനിക്ക് അങ്ങേക്ക് വേണ്ടി ഒന്ന് ശോഭിക്കണം, എനിക്ക് അങ്ങേക്ക് വേണ്ടി ഒന്ന് ശോഭിക്കണം. എന്റെ കർത്താവിനെ തലകുനിക്കുവാൻ അനുവദിക്കത്തില്ല. എത്രവെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ 2 കരങ്ങൾ ഉയർത്തുകൊണ്ട് ചോദിച്ചോട്ടെ. 65-ാം അധ്യായത്തിന് 24-ാമത്തെ വാക്യം വായിക്കാം. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. മൊബൈൽ ഫോൺ കയ്യിൽ ഉണ്ടായിട്ട് കാര്യമില്ല. അതിന്റെ കണക്ടിവിറ്റി ക്ലിയർ ആയിരിക്കണം. എന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, എന്റെ ജന, എന്നിൽ അഭയം പ്രാപിക്കുന്ന എന്റെ ജന, അവർ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ ഞാൻ അവർക്ക് ഉത്തരമരുള. അവർ വിളിക്കുന്നതിന് മുമ്പ് തന്നെ, അവരുടെ വിഷയത്തിന് മേല അവർ എഴുതുന്നതിന് മുമ്പ് തന്നെ, അവർ ഭാഗപ്പെടുന്നതിന് മുമ്പ് തന്നെ, അവർ നിൽക്കുന്നതായി കേൾക്കുന്നതിന് മുമ്പ് തന്നെ തക്ക സമയത്ത് വേണ്ടത് മഞ്ഞം മഴയും ഞാൻ അവർക്ക് അയച്ചു കൊടുക്കുവാൻ സാധ്യത. അവർ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഉത്തരമറിയുന്ന ദൈവമാണ്. അടിച്ചു 3, 9, 8, 4, 4, 5 എല്ലാം അടിച്ചു. പോകുന്നില്ല. എവൻ കണക്ഷൻ കർത്താവ് പറയുന്നു, അവനെ ഞാൻ സങ്കേതമാക്കിയിരിക്കുക, അവനെ ഞാൻ പൊടിയിൽ നിന്നും ഉയർത്തിയിരിക്കുക, അവൻ മാറേണ്ട അവസ്ഥയിൽ നിന്ന് അവന്റെ ചരിത്രത്തിൽ നിന്നും ഞാൻ കരകയറ്റിയത്, അവൻ അവർക്ക് ഞാൻ സങ്കേതമായിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ അനുവദിക്കത്തില്ല. നാട്ടത്തിന്റെ അവസ്ഥയിൽ നിന്നും സുഗന്ധവർഗം ധരിപ്പിച്ച ജീവന്റെ ചൈതന്യത്തോടെ പുറത്തു കൊണ്ടുവരുന്ന കർത്താവ് നമ്മുടെ കർത്താവ്. അവൻ പറയുന്നു, അവർ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉത്തരമരുളൂ. ഇവിടെ എബിനുണ്ട്,
യബിന്റെ അപ്പനും അമ്മയ്ക്ക് അറിയാം അവൻ 9 മണിക്ക് എന്ത് കൊടുക്കണമെന്ന്. അപ്പനും അമ്മയ്ക്ക് അറിയാം അവൻ ഉച്ചയ്ക്ക് എന്ത് കൊടുക്കണമെന്ന്. അവന്റെ അപ്പനും അമ്മയ്ക്കും അറിയാം ഇതാത് സമയത്ത് അതിന് കൊടുക്കേണ്ട ഫുഡുകള്. ആമേൻ. അവരത് കരുതി വച്ചിരിക്കുക. അവരതിനു വേണ്ടിയിട്ട് ട്രെയിനിങ് എല്ലാം എടുത്തിരിക്കുകയാണ്. എന്ന് രാത്രികാലം ഒരു അപ്പനും ഒരു അമ്മയും കരുതുന്നത് പോലെയല്ല, അതിലുപരിയായി കരുതുന്ന സർവശക്തനായ ദൈവം. ആമേനിന്റെ ആവശ്യം അറിയുന്നതിന് മുമ്പേ നിനക്ക് വേണ്ടി പ്രവർത്തിച്ച നിന്നോട് അത്ഭുതമാക്കുന്ന യഹോവ ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ജനസിസ് ചാപ്റ്റർ 19 verse 17. പുറത്തു കൊണ്ടതിന് ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാം. പുറകോട്ട് നോക്കരുത്. ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയുമരുത്. നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ വായിച്ച 125-ാം സങ്കീർത്തനം. യഹോവ നമുക്ക് ആമേൻ വലിയ പർവ്വതമായിരിക്കുക. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ യഹോവയുടെ ദയ നമ്മളെ ചുറ്റിയിരിക്കുക. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. ആമേൻ. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം ജീവരക്ഷയ്ക്കായി ഓടിപ്പോയെന്ന് ലോകത്തിനോടും കുടുംബത്തോടും പറഞ്ഞ യഹോവ ഇന്ന് രാത്രികാലം ചില വ്യക്തികളോട് വ്യക്തമായി വിളിച്ചു പറയുന്നു. ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി ശാശ്വതമായ പർവ്വതത്തിൽ അഭയം പ്രാപിക്കാം. അവരെ പുറത്തു കൊണ്ടുവന്നത് മനുഷ്യനല്ല, ദൈവ കരങ്ങളാണ്, ദൈവത്തിന്റെ ദൂതന്മാരാണ്. അതുപോലെ ദൂതന്മാരുടെ പരിവർത്തനത്തിന്റെ കുടുംബത്തിന് മേലോ അവരുടെ ജോലി മണ്ഡലങ്ങളെ പ്രവർത്തന മേഖലകൾ വെളിപ്പെടുവാനുള്ള കണ്ണുകളെ തുറക്കുക. ഈ പ്രദേശത്ത് അങ്ങ് നിൽക്കുകയും ചെയ്തത്. നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ ഒരേ ഒരു രക്ഷയേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷ. ആ പർവ്വതത്തിലേക്ക് ഓടിക്കയറുക. ആ പർവ്വതത്തിലേക്ക് ഓടിക്കയറുക. അവൻ കല്ലും മുള്ളുമുള്ള പർവ്വതമല്ല. അവൻ ഈ കാല് വെക്കുമ്പോ ഇറങ്ങിപ്പോകുന്ന പർവ്വതമല്ല. പുറകോട്ട് നോക്കരുതെന്ന് പറഞ്ഞാൽ നോക്കരുത്, മുൻപോട്ട് ഓടാൻ പറഞ്ഞാൽ ഓടിക്കോളണം. അല്ലെങ്കിൽ ലോത്തിന്റെ ഭാര്യ ഒപ്പിടുണായി നിൽക്കുന്നത് പോലെ അവരല്ല സകലർക്കും അപമാനമായി നിൽക്കേണ്ടി വരും. ഇപ്പോൾ അതല്ല നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഒരു മാനപാത്രമായി തരുവാനോ. ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുക. യേശു ക്രിസ്തു 2 കരവും നീട്ടി. ആമേൻ. ജീവരക്ഷയ്ക്കായി ആരെങ്കിലും ഓടി വരുന്നത് 2 കരവും നീട്ടി കോരിയെടുപ്പാൻ ശക്തനായി ഇവിടെ വന്ന് നിൽക്കുക. നമ്മളെല്ലാവരും വിശ്വാസികളാ. വർഷങ്ങളായി വിശ്വാസം പറയാൻ തുടങ്ങിയിട്ട് ഈ പാരമ്പര്യമെല്ലാം വേണ്ടതാണിട്ട് ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ എന്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഓടിച്ചാടി അവന്റെ പടിയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടായെങ്കിൽ അവന്റെ സ്തുതിയും സ്തോത്രവും രാത്രികളുടെ മുഖങ്ങൾക്ക് എനിക്കങ്ങനെ പർവ്വതത്തിൽ ഓടിക്കയറണം. ഒരുപാട് കിളികൾ ഉള്ളതിന്റെ ഇടയിൽ ഒരു കിളി കൂട് വെച്ചാൽ അതിന്റെ കൂടിൽ ആ കൂട്ടത്തിലുള്ള ഒന്നും കടക്കത്തില്ല, അത് മാത്രമേ കടക്കത്തുള്ളൂ.
എന്തുകൊണ്ടെന്നാൽ ആ കിളി അതിനെ രജിസ്റ്റർ ചെയ്തിരിക്കുക. എന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധന്മാർ നീ രജിസ്റ്റർ ചെയ്യപ്പെട്ടവനാണോ? അവന്റെ പുറമെയുള്ള രജിസ്ട്രേഷൻ അല്ല, അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ രജിസ്ട്രേഷൻ ഉണ്ടോ? ജീവരക്ഷക്കാർ പുറകോട്ട് നോക്കരുത്. യഹോവ ചിലരെ ഇന്ന് ക്രിയ ചെയ്തുകൊണ്ടിരിക്കുക. അവരെ പർവ്വതത്തിന്റെ ഉള്ളിൽ കയറ്റി പണിത് പുറത്ത് ശോഭയുള്ള രീതിയിൽ അത്ഭുതമാക്കി നടത്തുവാൻ യഹോവ ആഗ്രഹിക്കുക. അതിന് ഒരുക്കമുള്ളവ അവരുടെ ഹൃദയങ്ങളൊന്ന് വേദനിച്ചാലും ഒന്ന് വലിച്ചു കയറി വെട്ടിക്കളയേണ്ടത് വെട്ടിക്കളഞ്ഞ് മയപ്പെടുത്തേണ്ട മയപ്പെടുത്തി ക്രമീകരിക്കുന്ന രാത്രിയായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ ജീവരക്ഷക്കായി ഓടിപ്പോകുക. പുറകോട്ട് നോക്കരുത്. ഈ പ്രദേശത്തെങ്കിലും നിൽക്കരുത്. നിനക്ക് നാശം ഭവിക്കാതിരിക്കണമെങ്കിൽ ഈ പർവ്വതത്തിലേക്ക് ഓടിപ്പോകുക. വാക്യം ജെറമ്യാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. ജെറമ്യാ ചാപ്റ്റർ 5:12. Thank you, Jesus. We praise you. അവർ യഹോവയെ നിഷേധിച്ച് പറഞ്ഞത് അതവനല്ല, നമുക്ക് ദോഷം വരികയില്ല, നാം വാളോ ക്ഷാമമോ കാണുകയുമില്ല. അതിന്റെ 43-ാം അധ്യായത്തിന്റെ 1-2 വാക്യം കൂടി വായിക്കാം. ജെറമ്യാ ചാപ്റ്റർ 43 verse 1-2. യിരെമ്യാവ് സകല ജനത്തോടും അവരുടെ ദൈവമായ യഹോവ അവരുടെ അടുക്കൽ അയച്ച് പറയിച്ച സകല വചനങ്ങളും അവരുടെ ദൈവമായ യഹോവയുടെ സകല വചനങ്ങളും തന്നെ പറഞ്ഞു തീർന്ന ശേഷം ഹോശേയാവിന്റെ മകനായ അസര്യാവും കാലേഹിന്റെ മകനായ യോഹാനും അഹങ്കാരികളായ പുരുഷന്മാരൊക്കെയും യിരെമ്യാവോട് നീ ഭോഷ്ക് പറയുന്നു, ഇസ്രായേലിൽ ചെന്ന് പാർക്കേണ്ടതിന് അവിടെ പോകരുതെന്ന് പറവാൻ ഞങ്ങളുടെ ദൈവമായ യഹോവ നിന്നെ അയച്ചിട്ടില്ല. കൽദയർ ഞങ്ങളെ കൊന്നുകളയേണ്ടതിനും ഞങ്ങളെ ബദ്ധരാക്കി ബാബേലിലേക്ക് കൊണ്ടുപോകേണ്ടതിനും ഞങ്ങളെ അവരുടെ കയ്യിൽ ഏൽപ്പിപ്പാം. എന്റെ മകനായ ബാരൂക്ക് നിന്നെ ഞങ്ങൾക്ക് വിരോധമായി ഉത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. യിരെമ്യാവ് സകല ജനത്തോടും ദൈവത്തിന്റെ ആലോചന ശക്തമായി വിളിച്ചു പറയുക. ദൈവകൃപയിൽ നിറഞ്ഞ ദൈവത്തിന്റെ അഭിഷക്തന്മാർ മനുഷ്യരെ നോക്കത്തില്ല. വിളിച്ചു പറയേണ്ടത് വിളിച്ചു പറയും. അന്ന് ഇന്നത്തെ കാലങ്ങളിൽ പലരും അന്നത്തെ കാലങ്ങളിൽ നിഷേധിക്കും. ഇന്നത്തെ കാലത്ത് അവരുടെ ഇഷ്ടത്തിന് അതിനെ വളച്ചൊടിക്കും. അവരുടെ ഇഷ്ടത്തിന് വളച്ചൊടിച്ച് അവിടെ ഇവിടെ വീണ് കിടക്കുന്ന അവസ്ഥയായി പഞ്ചറായി കിടക്കുക. എന്താണെന്നറിയാമോ? നല്ല ടയറും ഇല്ല, സ്റ്റെപ്പിനും ഇല്ല. പഞ്ചറായി കഴിഞ്ഞാൽ തള്ളാനും ആളില്ല. ഇന്ന് ആത്മീയ കോണം അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. ലോത്തിനോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞപ്പോൾ ലോത്ത് ഒരു അപേക്ഷ എന്റെ മരുമക്കളോട് ഒരു വാക്ക് പറയുവാൻ അനുവദിക്കണം. ദൈവത്തിന്റെ ദൂതൻ അനുവദിച്ചു, യഹോവ അനുവദിച്ചു. എന്തുകൊണ്ടെന്നാൽ മഹാകരുണയുള്ളവനാണ് നമ്മുടെ കർത്താവ്. അവര് പറയുന്നേ പിച്ചും പേയും പറയേണ്ട പൊക്കോളാൻ പറഞ്ഞു. സഹോദരൻ, പലപ്പോഴും പലരും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഹല്ലേലൂയ ചില കാര്യങ്ങൾ നിസ്സാരമായി വലിച്ചെറിയുമ്പോൾ ആമേൻ ദൈവത്തിന്റെ ആത്മാവിനെ പ്രവർത്തിക്കുവാൻ കഴിയാതെ ആമേൻ നമ്മുടെ ശരീരം ഹല്ലേലൂയ ലോകത്തിന് അധീനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ജീവരക്ഷ വേണമെങ്കിൽ പർവ്വതത്തിലേക്ക് ഓടിക്കയറുക. എന്ന് പറയാൻ 1000 വീണുപോയെന്ന് പറയുവാൻ 10,000 അവൻ കൃപയിൽ നിൽക്കുന്നുവെന്ന് പറയണമെങ്കിൽ തെളിയിക്കണം. എങ്ങനെയാണ് തെളിഞ്ഞു വരുന്നത്? കർത്താവിന്റെ കൂടെ ഉള്ളത് കൊണ്ട്. ഞാൻ ഒരു അത്ഭുതമായി തീരും. ഒരത്ഭുതം. ഇന്ന് രാത്രികാലം ദൈവകൃപയിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവജനം ആരെങ്കിലും ഉണ്ടായെങ്കിൽ താങ്കളുടെ കുറവാണെന്ന് സമ്മതിച്ചുകൊണ്ട് ആമേ പർവ്വതത്തിലേക്ക് ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുവാൻ ഒരുക്കമുള്ള ആരെങ്കിലും ഉണ്ടായെങ്കിൽ അവരെ യഹോവ അത്ഭുതമാക്കാൻ പോകുക. വർഷങ്ങൾക്ക് മുമ്പ് ഒരാളിനോട് പറഞ്ഞതാ, ഈ ഉള്ള ആരാധനയൊക്കെ മതി, ഇതിൽ കൂടുതലൊന്നും വേണ്ട. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കുക അവരുടെ അവസ്ഥ എന്തായി തീരുമെന്നാണ്.
ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ഉള്ളതിനെ ഉള്ളതുപോലെ വിളിച്ചു പറയുമ്പോൾ ക്രമീകരിക്കേണ്ടതിനെ ക്രമീകരിച്ചുകൊണ്ട് ജീവരക്ഷകൻ ഒരുക്കിയിരിക്കുക. പർവ്വതത്തിലേക്ക് കയറുവാൻ ആരെങ്കിലും ഒരുക്കമുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ട്. വായിക്കാം റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന് 31-32 വാക്യങ്ങൾ കൂടി. Romans chapter 8 verse 31 and 32. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സകലതും നൽകാതിരിക്കുമോ? എനിക്കുറപ്പുണ്ട്, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ സർവശക്തനായ ദൈവം എനിക്ക് തന്നതുകൊണ്ട് അവന്റെ ഹിതപ്രകാരം ഞാൻ കാലുവച്ച അവൻ എന്നെ നിന്നപാത്രമാക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നോട് ചേർന്ന് തന്റെ അടുത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ ആരെങ്കിലും ഒരുക്കമുണ്ടെങ്കിൽ അവന്റെ കരമൻ ഉയർന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. ജീവരക്ഷയ്ക്കായി കർത്താവായ യേശു ക്രിസ്തുവാണ് പർവ്വതത്തിലേക്ക് ഓടിക്കയറാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം.